ഹായ്, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു. നമ്മളിവിടെ സുഖമായിട്ടിരിക്കുന്നു. ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് ലെമൺ ഡേറ്റ്സ് പിക്കിളാണ്. നാരങ്ങയും ഈന്തപ്പഴവും കൊണ്ടുള്ള നല്ലൊരു സിമ്പിളായിട്ടുള്ള അച്ചാർ. അത് ഇൻസ്റ്റൻറ്റ് അച്ചാറെന്ന് തന്നെ പറയാം. നമ്മൾ ആ നാരങ്ങ നേരത്തെ ഉപ്പിലിട്ട് വെച്ചിട്ട് അച്ചാറാണ്. നമ്മൾ അച്ചാർ ഉണ്ടാക്കി കഴിഞ്ഞാൽ അപ്പം തന്നെ പിറ്റേ ദിവസം തന്നെ നമുക്കത് യൂസ് ചെയ്യാൻ പറ്റും. ആ രീതിയിലാണ്. വിനാഗിരി കുറച്ച് മതി. വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കുന്ന ലെമൺ ഡേറ്റ്സ് പിക്കിൾ നമുക്കൊന്ന് നോക്കിയിട്ട് വരാം. ഞാനിവിടെ 20 നല്ല പഴുത്ത നാരങ്ങ എടുത്തിട്ടുണ്ട്. നാരങ്ങ നന്നായിട്ട് കഴുകി നല്ല തുടച്ച് എടുത്തതാണ്. വെള്ളമായി ഒട്ടും പാടില്ല. നല്ല തുടച്ചെടുത്തതാണ് 20 നാരങ്ങ. ഇനി നമ്മൾ ഈ നാരങ്ങയുടെ ഈ ഫ്രണ്ട് സൈഡും ബാക്ക് സൈഡും ഇങ്ങനെ ഇല്ലേ, ഇതങ്ങ് ഈ 2 പീസ് അങ്ങ് എടുത്ത് ഇത് കളയണം. എന്നിട്ട് ഇതിനെ നടുവേ മുറിക്കുക. നടുവേ മുറിച്ചിട്ട് അതിനെ ഒന്നും കൂടെ മുറിക്കും. ഒരു നാരങ്ങയെ 2 ആക്കാം. ഇനി വലിയ നാരങ്ങയൊക്കെയാണ് നമുക്കിതിനെ 3 ആക്കാം. ഞാനിപ്പോൾ 2 ആക്കുവാണ്. എന്നിട്ട് ഇതിൻ്റെ ആ കുരുവും ഈ വൈറ്റ് പോർഷനും കൂടെയുള്ള ഭാഗം നമുക്കൊന്ന് കട്ട് ചെയ്ത് കളയാം. ഇങ്ങനെ ഇരിക്കും. ഇതുപോലെ നമുക്കെടുക്കാം. നമുക്കതിൻ്റെ കുരുവൊക്കെ റിമൂവ് ചെയ്യാൻ എളുപ്പമാണ്. നമ്മൾ ആ വൈറ്റ് പോർഷൻ കളയുമ്പോൾ പെട്ടെന്ന് അത് പോയി കിട്ടുമേ. നമുക്കിതുപോലെ ഇതെല്ലാം ഒന്ന് കട്ട് ചെയ്തെടുക്കാം. നാരങ്ങയെല്ലാം നമ്മൾ കട്ട് ചെയ്തിട്ടുണ്ട്. ഇനിയും ഒരു ഗ്ലാസ് ബോട്ടിൽ എടുക്കണം. ആ ഗ്ലാസ് ബോട്ടിലോട്ട് നാരങ്ങ നമുക്ക് കുറേശ്ശെ ഇട്ട് കൊടുക്കാം. ഉള്ളിലോട്ട് ഉപ്പുപൊടി ഇട്ട് കൊടുക്കാം. ഇനി അതിൻ്റെ മുകളിലോട്ടും ഒരു ലെയർ നാരങ്ങ. അതിൻ്റെ മുകളിലോട്ടും ഉപ്പുപൊടി ഇട്ട് കൊടുക്കാം. ഇങ്ങനെ നാരങ്ങ ഇട്ടിട്ട് നന്നായിട്ട് കുലുക്കി ഇതിങ്ങനെ സൂക്ഷിച്ച് വെക്കും. ഇത് ദിവസവും ഏതെങ്കിലും ഒരു സമയത്തെടുത്ത് നന്നായിട്ട് ഇങ്ങനെ ഒന്ന് കുലുക്കി കൊടുക്കണം. അപ്പം ഇതിൽ നിന്ന് നീരിറങ്ങി ഈ കുപ്പിയിൽ നല്ലതായിട്ട് മൂടി നിൽക്കുന്ന പോലെ നീരിറങ്ങി വരും. നമ്മൾ വേറെ വിനാഗിരിയോ വെള്ളമോ ഒന്നും ചേർക്കണ്ട. ഈ നാരങ്ങയുടെ നീരും കൊണ്ട് തന്നെ വരും. ഇത് കുറഞ്ഞ ഒരു 30 ദിവസമെങ്കിലും ഇങ്ങനെ വെക്കണം. ഇത് ഇതിപ്പോൾ ഒരു 45 ദിവസമായിട്ടുണ്ട്. ഈ നാരങ്ങ ഞാൻ ഇതുപോലെ ഉപ്പിലിട്ട് വെച്ചതാണ്. ഇത് കണ്ടോ, ഇതിൻ്റെ ഇത്രയും ഭാഗം തന്നെ അതിൻ്റെ നീര് നല്ലതായിട്ട് വന്നിട്ടുണ്ട്. നാരങ്ങ നല്ല അലുത്ത് വന്നിട്ടുണ്ട്. കണ്ടോ, നമ്മൾ കൈ കൊണ്ട് പിച്ചുമ്പം തന്നെ ഈ നാരങ്ങ പിച്ചിപ്പോവും. കണ്ടോ, അതുപോലെ ഇത് അലുത്ത് വന്നിട്ടുണ്ട്. കണ്ടോ, ഇതുപോലെ അലുത്ത് വരണം. അപ്പം നമുക്ക് അന്നേരം തന്നെ അച്ചാറിടുക, നമുക്ക് ഉപയോഗിക്കുകയും ചെയ്യാം. ഇത് നമ്മൾ ദിവസവും ഒരു 10 ദിവസമെങ്കിലും അടുപ്പിച്ച് നമ്മളിതൊന്ന് ഇളക്കി കൊടുക്കണം. ഒരു 3 ദിവസം ആകുമ്പോഴത്തേക്ക് തന്നെ നമ്മുടെ ഈ കുപ്പി ഒരു 1/4 ഭാഗമാകുന്ന രീതിയിൽ ഈ നാരങ്ങയുടെ നീര് ഇറങ്ങി നമ്മുടെ നാരങ്ങ നല്ല അലുത്ത് വരും. ഒരു 30 ദിവസമെങ്കിലും നമ്മളിങ്ങനെ കുപ്പിയിൽ സൂക്ഷിച്ചിട്ട് അച്ചാറിടണേ. അപ്പോഴാണ് നമുക്ക് ശരിക്കുള്ള ടേസ്റ്റ് അറിയുന്നത്. ഇതിപ്പോൾ ഒരു 40 ദിവസമൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് അച്ചാർ ഉണ്ടാക്കാൻ തുടങ്ങാം. ഒരു പാൻ വെച്ചിട്ടുണ്ട്. നല്ലെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. നല്ലെണ്ണ ഇല്ലെങ്കിൽ നമുക്ക് വെളിച്ചെണ്ണയിലും ഉണ്ടാക്കാം. എന്നാലും ടേസ്റ്റ് നല്ലെണ്ണയായിരിക്കുമേ. പിന്നെ ഇങ്ങനെ ഉപ്പിലിടുന്ന അച്ചാർ നമുക്ക് പുറത്ത് വെക്കാം. ഫ്രിഡ്ജിലൊന്നും സൂക്ഷിക്കേണ്ട. എത്ര നാളായാലും കേടാവത്തില്ല. അങ്ങനെ ഒരു ഗുണം കൂടെ ഇങ്ങനെ ഉപ്പിലിട്ട അച്ചാറിന്. പിന്നെ എണ്ണ ഇപ്പം ചൂടായിട്ടുണ്ട്. നമുക്കിതിലോട്ട് 1 സ്പൂൺ കടുകിട്ട് കൊടുക്കാം. കടുക് ഇപ്പോൾ പൊട്ടിയിട്ടുണ്ട്. നമ്മൾ ഇതിലോട്ട് 1 ഇഞ്ച്
നീളമുള്ള ഇഞ്ചി നീളത്തിൽ അരിഞ്ഞതാണ്. ഇനി ഇതിലേക്ക് 3 ഉണക്കമുളക് നമുക്കത് നടുവെ അത് മുറിച്ച് കൊടുക്കാം. രണ്ട് കുടം വെളുത്തുള്ളിയാണ്. നാരങ്ങാച്ചാറിന് ഇഞ്ചിയേക്കാളും ഇച്ചിരി വെളുത്തുള്ളി ഇച്ചിരി കൂടുതലിടും, അത് ടേസ്റ്റ്. വെളുത്തുള്ളി ഇഷ്ടമുള്ളവർക്ക് അത് നല്ലതാണ്. അപ്പം 2 കുടം വെളുത്തുള്ളി നീളത്തിലരിഞ്ഞത്. ഇത് നമുക്കൊന്ന് വഴറ്റി കൊടുക്കാം. 3 പച്ചമുളക് വട്ടത്തിൽ കട്ട് ചെയ്തത്, 3 തണ്ട് കറിവേപ്പില. കറിവേപ്പിലയെല്ലാം കഴുകി വെള്ളമെല്ലാം പോയതിന് ശേഷമേ നമ്മൾ ഇടാവുള്ളേ. നമ്മൾ അച്ചാർ ഉണ്ടാക്കുമ്പോൾ പിന്നെ വെള്ളമയം ഒന്നും പാടില്ല. നല്ല ദശക്കട്ടിയുള്ള 10 ഡേറ്റ്സ് ആണ് എടുത്തിരിക്കുന്നത്. അതിൻ്റെ ബാക്ക് സൈഡ് എല്ലാം കളഞ്ഞിട്ട് നമുക്ക് ഇതിൻ്റെ ഈ ഈന്തപ്പഴത്തിൻ്റെ കുരു നമുക്കതിൽ നിന്ന് റിമൂവ് ചെയ്തെടുക്കാം. എന്നിട്ട് അതിന് ഇങ്ങനെ 3ആയിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാവേ. ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ഇപ്പം നല്ലതായിട്ട് മൂത്തിട്ടുണ്ട്. ഒരു ചെറിയ ഗോൾഡൻ കളർ ആകാൻ തുടങ്ങിയിട്ടുണ്ട്. ആ സമയം നമുക്കൊന്ന് ഫ്ലെയിം കുറച്ച് കൊടുക്കാം. ഈ സമയത്ത് നമുക്ക് മുളക് പൊടി എടുക്കാം. ഇതിനോട്ട് ആവശ്യമുള്ള ഞാനിപ്പം 4 സ്പൂൺ കാശ്മീരി മുളക് പൊടിയാണ് എടുത്തിരിക്കുന്നത്. ഇതിന് വലിയൊരു സ്പൂണിന് 4 സ്പൂൺ കാശ്മീരി മുളക് പൊടി, 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടി. ഇത് നമുക്ക് ചെറു ചൂടുവെള്ളത്തിൽ ഒന്ന് മിക്സ് ചെയ്തെടുക്കാവേ. നമ്മൾ എണ്ണയിലോട്ട് ഇടുമ്പം ഇത് പെട്ടെന്ന് മൂത്ത് പോകാതിരിക്കാൻ വേണ്ടിയാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത്. ഞാൻ കോട്ടയം സ്റ്റൈൽ മീൻകറി ഇങ്ങനെ ഉണ്ടാക്കിയത്. നമ്മുടെ കറിക്കൊരു കൊഴുപ്പും കിട്ടും, നമ്മുടെ മസാലയൊന്നും ഈ എണ്ണയിൽ പിടിച്ച് കരിവൊന്നും വരത്തില്ല, നല്ലൊരു നല്ലൊരു ഇതായിട്ട് കിട്ടും. അതുകൊണ്ട് നമ്മളിങ്ങനെ ഒന്ന് ഒരുപാട് വെള്ളം വേണ്ട, ഇങ്ങനെ ഒരു പേസ്റ്റ് പോലെ ആക്കി എടുത്താൽ മതി. ഇപ്പം നല്ല പേസ്റ്റ് ആയിട്ടുണ്ട്. നമ്മുടെ ഇഞ്ചിയും വെളുത്തുള്ളിയും നന്നായിട്ട് മൂത്തിട്ടുണ്ട്, നല്ല ഗോൾഡൻ പോലെ കളറായിട്ടുണ്ട്. ഇനി നമുക്ക് അതിലോട്ട് ഈ പേസ്റ്റ് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഫ്ലെയിം കുറച്ച് നല്ല എണ്ണ തെളിയുന്നത് വരെ നമുക്ക് വഴറ്റിയെടുക്കാവേ. ഇതിലേക്ക് 1/2 സ്പൂൺ വറുത്ത് പൊടിച്ച ഉലുവ വറുത്ത് പൊടിച്ചത് 1/2 സ്പൂണ്, 1 സ്പൂൺ കായം. നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. ഇതിൻ്റെ ആ പച്ചക്കുത്തുമണം പോകണം. നമ്മൾ കാശ്മീരി ചില്ലി ആയിട്ട് അതിൻ്റെ ആ പച്ചക്കുത്തുമണം പോകണം. നമുക്കൊരു നല്ല മണം വരും. ഇപ്പം നമ്മളിങ്ങനെ അടുത്ത് നിൽക്കുമ്പം തന്നെ നമുക്കൊരു മൂക്കിലോട്ട് ഇങ്ങനെ തുളഞ്ഞു കയറുന്നൊരു മണം ഉണ്ടെങ്കിൽ അതിനകത്ത് നമ്മുടെ സ്ഥലം മൂത്തിട്ടില്ലെന്നാണ്. നമുക്കിത് മൂപ്പിക്കുമ്പോൾ നല്ലൊരു മണം വരും. അപ്പം നമ്മുടെ ഈ മസാല പാകത്തിന് മൂത്തു എന്നാണ്. അപ്പം അതുവരെ നമുക്കിത് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. മസാലയൊക്കെ ഇപ്പം നന്നായിട്ട് മൂത്തിട്ടുണ്ട്, നല്ല സ്മെല്ലായിട്ടുണ്ട്. എണ്ണയൊക്കെ അതിൽ നിന്ന് തെളിഞ്ഞു വരുന്നുണ്ട്. ഈ സമയത്ത് നമ്മൾ ഇതിലോട്ട് 1 ഗ്ലാസ് തിളച്ച വെള്ളം, നമുക്ക് ഈ വെള്ളവുമായിട്ട് ഇതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇതിലോട്ട് ഇതുവരെയും ഉപ്പിട്ട് കൊടുത്തിട്ടില്ല, കാരണം നമ്മുടെ നാരങ്ങ നമ്മൾ ഉപ്പിലിട്ട് വെച്ചിരിക്കുന്ന ആയത് കൊണ്ടാണ്. ഇനി ഇതിലോട്ട് നമ്മൾ കട്ട് ചെയ്ത് വെച്ച ഡേറ്റ്സ് ഇട്ട് കൊടുക്കാം.
ഡേറ്റ്സ് ഈ അരപ്പും ഒക്കെ ആയിട്ട് നന്നായിട്ട് പൊതിഞ്ഞ് ഡേറ്റ്സ് ഒന്ന് സോക്കാകും, ഒരു സോഫ്റ്റ് ആകുമേ. അതുവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ഞാൻ ഈ സ്പൂണിന് ഒരു വലിയ സ്പൂണാണ് വിനാഗിരി ഒഴിക്കുന്നത്. നമ്മൾ ഈ അച്ചാറിൽ നമ്മൾ ഒരുപാട് വിനാഗിരി ഒഴിക്കുന്നില്ല, കാരണം ഓൾറെഡി നമ്മുടെ നാരങ്ങ ഉപ്പിലിട്ട് നല്ല സോക്കായതും കൊണ്ട് നമ്മൾ വിനാഗിരി കുറച്ച് മാത്രം ഒഴിച്ചാൽ മതി. ഇത്ര ഞാൻ വിനാഗിരിയെ ഒഴിക്കുന്നുള്ളേ. ഒക്കെ ഇപ്പം നല്ല അരപ്പി നന്നായിട്ട് പൊതിഞ്ഞിട്ടുണ്ട്, നല്ല തിളച്ച് വന്നിട്ടുണ്ട്. ഈ സമയം നമുക്കിതിലോട്ട് നമ്മൾ ഉപ്പിലിട്ട് വെച്ച നാരങ്ങ കുടഞ്ഞ് ഇട്ട് കൊടുക്കാതെ. ഓൾറെഡി ഇതിനകത്ത് നല്ല വെള്ളമുണ്ട്. നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ ഈ സമയം ഉപ്പൊന്ന് ചെക്ക് ചെയ്യണം, കാരണം നമ്മുടെ നാരങ്ങയിലെ ഉപ്പ് മാത്രമേ ഇതിനുള്ളൂ. അപ്പോൾ നമ്മൾ ഉപ്പൊക്കെ ഒന്ന് ചെക്ക് ചെയ്യണം. ഉപ്പ് പോരാന്നുണ്ടെങ്കിൽ ഉപ്പ് ഈ സമയത്ത് നമുക്ക് ഇട്ട് കൊടുക്കാവേ. ഇനി ഓൾറെഡി ഡേറ്റ്സിൻ്റെ മധുരമുണ്ട്, എന്നാലും ഞാനൊരു 1/2 സ്പൂൺ പഞ്ചസാരയും കൂടെ ചേർക്കുന്നുണ്ട്. നമ്മുടെ അച്ചാർ ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. നമുക്കിനി ഫ്ലെയിം ഓഫ് ചെയ്യാം. നല്ല കുറുകിയ ചാറോടുകൂടി കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് ഒരു അരമണിക്കൂർ കഴിയുമ്പോൾ ഇതൊന്നും കൂടെ ഒന്ന് അരപ്പൊക്കെ ഒന്ന് പിടിച്ച് സോക്കാവും, ചാറൊന്ന് കുറുകി വരുവേ. നമുക്കൊക്കെ നാരങ്ങ ഒരുപാട് കിട്ടുകയോ അല്ലെങ്കിൽ നാരങ്ങ നല്ല വിലക്കുറവിലൊക്കെ കിട്ടുന്ന സമയത്ത് നമുക്ക് ഇതുപോലെ നാരങ്ങ ഇങ്ങനെ ഉപ്പിലിട്ട് വെച്ചാൽ മതി. നാരങ്ങയും ഓരോ ലെയറും ഉപ്പിട്ട് ഇങ്ങനെ വെച്ച് ഇടയ്ക്കിടയ്ക്ക് നമ്മളൊന്ന് ഒരു ദിവസത്തിൽ ഒരു പ്രാവശ്യം അല്ലെങ്കിൽ 2-3 ദിവസം കൂടുമ്പോഴെങ്കിലും നമ്മളൊന്നിങ്ങനെ കുലുക്കി കൊടുത്താൽ മാത്രം മതി. നാരങ്ങ അത് ഇപ്പം തന്നെ ഇതിൽ നിന്ന് കണ്ടോ, ഞാൻ ഇതിപ്പോൾ ഇട്ടത് വെള്ളം ഊറി വരുന്നത് കണ്ടോ, ഇപ്പം തന്നെ അതിൽ വെള്ളം ഇറങ്ങി വരുന്നുണ്ട്. ഇത് ഒരു 3 ദിവസം ആകുമ്പോഴത്തേക്ക് കുപ്പിയുടെ ഒരു 1/4 ഭാഗവും വെള്ളമായിട്ട് വരും, നാരങ്ങ നീരും കൊണ്ട് തന്നെ. നമ്മൾ ഈ അച്ചാർ ഉണ്ടാക്കി കഴിഞ്ഞാൽ എപ്പോഴും അത് ചില്ല് കുപ്പിയിൽ നമ്മൾ സൂക്ഷിച്ച് വെക്കണം, ചില്ല് ഭരണിയിൽ. അതുപോലെ തന്നെ അതിനകത്ത് ഇടുന്ന സ്പൂണൊക്കെ നല്ല ഉണങ്ങിയതായിരിക്കണം. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഈ അച്ചാർ കേടാവത്തില്ല. ഈ അച്ചാർ ഈ നമ്മൾ ഉപ്പിലിട്ട് നാരങ്ങ അച്ചാർ നമുക്ക് എത്ര നാൾ വേണേലും പുറത്ത് വെക്കാം, കേടാവത്തില്ല. ചിലവരൊക്കെ നാരങ്ങ അച്ചാറിൻ്റെ മുകളിൽ നല്ലെണ്ണയൊക്കെ ഒഴിച്ചു വെക്കില്ല. അല്ല, നാരങ്ങ അച്ചാറിനല്ല, എല്ലാ അച്ചാറിൻ്റെയും മുകളിൽ നല്ലെണ്ണ ചൂടാക്കി ഒഴിച്ചു വെക്കും, പൂത്തു പോകാതിരിക്കാനും ഒക്കെ. പക്ഷേ നമ്മളിങ്ങനെ ഉപ്പിലൊക്കെ ഇടുന്ന മാങ്ങായാണേലും നാരങ്ങയാണേലും ഒരിക്കലും പൂക്കത്തില്ല, ഇനി കയ്പും ഉണ്ടാവത്തില്ല, നല്ലൊരു ടേസ്റ്റാണ്. നമ്മൾ സാധാ ഒരു അച്ചാർ കഴിക്കുന്നതിനേക്കാളും നല്ലൊരു ടേസ്റ്റാണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ എല്ലാവരും ഈ റെസിപ്പി ട്രൈ ചെയ്ത് നോക്കണം.